എടാ പെണ്ണിന്റെ പേര് ലിജി, ചെറുക്കന്റെ പേര് ലിതിൻ. അന്നാ ഞാൻ ചെക്കൻ്റെ ആളാകും. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പെണ്ണിന്റെ ആളായിക്കോ. ഇതെങ്ങനുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് നീ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നേ. ഇത് ബെസ്റ്റാ. എന്നാലും എനിക്കൊരു പേടിയുണ്ട്. ഒരു പേടിയും വേണ്ട, വിളിക്കാത്ത കല്യാണത്തിന് പോകാന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അവർ വിളിക്കാത്തത് നമ്മുടെ കുഴപ്പമാണ്. പ്രത്യേക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ചുറ്റുപാട് ഒന്ന് നല്ലപോലെ വീക്ഷിക്കണം. അതെന്തിനാ? സിമ്പിൾ. ചെക്കന്റെയും പെണ്ണിന്റെ പേര്, കല്യാണത്തിന് വന്നിരിക്കുന്ന ആൾക്കാര്, അവർക്കൊക്കെ നമ്മളെ അറിയാവോ, നമുക്ക് അവരെ അറിയാവോ, അത്ര മാത്രം. പിന്നെ അങ്ങോട്ട് കയറി തട്ടിക്കോണം. എങ്ങാനും പിടിച്ചാലോ? കല്യാണം അങ്ങോട്ട് മുടക്കിക്കോണം. എടാ അത് മോശമല്ലടാ. പിന്നെ എന്നാ മോശം? പപ്പടം രണ്ടാമത് കിട്ടിയില്ലെന്ന് പറഞ്ഞ അടി ഉണ്ടാക്കുന്ന നാടാ നമ്മുടെ. പിന്നെ ഒരു മെയിൻ പോയിന്റ്, കല്യാണം കഴിക്കുന്നവനും കല്യാണം നടത്തുന്നവനും ആരൊക്കെ വന്നു പോയെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഈ കല്യാണം നടത്തുന്നവര് കേറ്ററിംഗുകാർക്കും എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോണം, എൻജോയ് ചെയ്തോണം, പൊക്കോണം. അപ്പൊ നമുക്ക് പോകാല്ലേ? അപ്പൊ ഈ കേരളത്തിൽ എവിടെ കല്യാണം കണ്ടാലും കഴിച്ചോണം. അത് നമ്മുടെ അവകാശമാ. കല്യാണം ഇവിടെ അടുത്താ, രാവിലെ വൈകിട്ടോട്ടെ പരിപാടി. ആഹാ, തുടക്കം തന്നെ സൂപ്പർ ആണല്ലോ. അതും രാവിലെ മുതൽ വൈകിട്ട് വരെ. ഇനി നമ്മൾ കഴിച്ചാകും. ഇനി ഒരു 2 സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ആശാൻ ഇന്ത്യ മുഴുവൻ കവർ ചെയ്യും. അയ്യോ, ആണോ? ചേട്ടൻ പറഞ്ഞ സത്യമാണോ? ബ്രോ, എന്നാ പ്രശ്നം? എന്റെ പൊന്നു ചേട്ടാ, ഒന്നും പറയണ്ട. വിളിക്കാത്ത കല്യാണത്തിൽ പോയി 2 പേരുടെ കൈയും കാലും തല്ലി ഓടിച്ചു. ഏയ് വെറുതെ. ഇതിലും വലുതും നടന്നെങ്കിലേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മൊത്തം സൈക്കോ മനുഷ്യരാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ സോറി. ഏതായാലും നമ്മൾ ഒരുങ്ങി ഇറങ്ങി, നമുക്ക് പോവാം അല്ലേ ചേട്ടാ? ചെറിയ